സെലിബ്രിറ്റി ടോക്കിലെ ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ജ്യോതി കൃഷ്ണയാണ്. ഹലോ, ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ്? ഒരു വിവരം ഇല്ല. അതെ, ഞാനങ്ങ് നാട് വിട്ടുപോയി. കുറെ കാലം ആമി കഴിഞ്ഞിട്ട് പോയതാന്ന് തോന്നുന്നല്ലേ? പിന്നെ ഒരു വിവരം ഇല്ല. അതെ, ആമി കഴിഞ്ഞപ്പോ ഒന്ന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അതെ, പിന്നെ ഒരു പോക്ക് പോയി. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇങ്ങനെ അല്ലാതെ എവിടെ പോയി ഒരു വിവരം ഇല്ല. അതെ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷെ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കുമ്പോ എന്താ എവിടെയാ ഒരു അറിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിടയ്ക്ക് ഇവിടെയൊക്കെ വരുമ്പം ഈ സിനിമയിലുള്ള ആൾക്കാരാണെങ്കിലും ജ്യോതി എവിടെയാ ഒരു അറിവില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ പേജൊക്കെ തോൽവിയാണോ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇടും. ഇടയ്ക്കൊക്കെ ഇടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. എന്നാ ഇനി ഒരു കംബാക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിളിച്ചാൽ ഞാൻ ഇപ്പൊ വരാൻ റെഡിയാണ്. ഞാൻ റെഡിയായി. പക്ഷെ നല്ലൊരു വർക്ക് ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ലൊരു വർക്ക് വന്നാലല്ലേ. ഇപ്പൊ വെറുതെ ചുമ്മാ പേരിന് ആ വർക്ക് ചെയ്തു ഈ വർക്ക് ചെയ്തു അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്തെങ്കിലും ഒന്ന്. കാരണം എനിക്ക് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിലും ഹിറ്റിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പം തന്നെ ഒരു പേരുണ്ട്, ഓ അയ്യോ ഒട്ടും ലക്കി അല്ലാത്ത നായികയാണ്, ചെയ്ത പടങ്ങളെല്ലാം ഫ്ലോപ്പാണ്, ആകെ 1-2 സിനിമയെ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ ഓർത്തു ഇനിയെങ്കിലും തിരിച്ചു വരുമ്പോൾ ഫ്ലോപ്പിന്റെ എണ്ണം കൂട്ടണ്ട, കുറച്ച് നല്ല സിനിമകൾ ചെയ്യാം. ശരിക്കും ജ്യോതി ആയിട്ട് തന്നെ ബ്രേക്ക് എടുത്ത അതോ ആഫ്റ്റർ മാരേജ് വന്ന ബ്രേക്ക്? കല്യാണം കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു ബ്രേക്ക് ഉണ്ടാവുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാനുള്ള ഒരു സമയം, അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, പിന്നെ കുട്ടി ഒരു ഏജ് വരെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട ഒരു ഇതല്ലേ. അപ്പം അതുകൊണ്ട് ഞാനായിട്ട് തന്നെ എടുത്തൊരു ബ്രേക്ക് തന്നെയാണ്. മോനൊരു 3 വയസ്സ് വരെയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം അവൻ 5 വയസ്സായി, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ ഓർത്താ ഓക്കെ ഇനി എനിക്ക് തിരിച്ചു വരാം എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. സോ നല്ലൊരു സിനിമ ഇപ്പോ ഈ ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ആഫ്റ്റർ മാരേജ് ആക്ട്രസുകളൊക്കെ കരിയർ വിടുക അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ദിവ്യ ഉണ്ണി ആയാലും സമൃദ്ധ സുനിൽ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ പൊതുവേ അങ്ങനെ പറച്ചിലുണ്ടെങ്കിലും ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മാറുന്നുണ്ടെന്ന്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് വിട്ടുമാറുന്നവരാണ് കൂടുതലും ബ്രേക്ക് വരുന്നത്. നാട്ടിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വരുന്നതായിട്ട് ഇപ്പൊ മിയ കല്യാണം കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ശിവദ, അവരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരാണ്. അവർക്കൊരു ബ്രേക്ക് വരുന്നില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നവർക്ക് പലർക്കും ഈ പറയുന്ന മാതിരി ഓയോ ദുബായിൽ അല്ലെങ്കിൽ അവിടെയാണ്. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് എത്തുന്നതിനേക്കാൾ കുറവ് സമയം മതി ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അയ്യോ ദുബായിലല്ലേ അവിടെ നിന്ന് വരണ്ടേ എന്നൊക്കെ പറയുന്നേക്കാം. അപ്പം അവരടുത്തുള്ള ആൾക്കാരെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം വരുന്നൊരു ബ്രേക്ക് ഉണ്ട് ശരിക്കും. വിളിക്കില്ല, എക്സ്പെൻസ് ചിലപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എക്സ്പെൻസ് കൂടുതലാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മേ ബി അതൊക്കെ ആയിരിക്കാം ആ വരുന്ന ബ്രേക്ക്. ജ്യോതിനെ സംബന്ധിച്ചിടത്തോളം വരാൻ റെഡിയാണ്, സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ്. ഓഫർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പൊ ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു? ചാൻസ് അല്ല, ഇപ്പൊ ഞാൻ വെരി ഫ്രാങ്ക്, ഞാൻ ഇന്നലെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു. സത്യമായിട്ടുള്ള കാര്യം പറയണത്. എന്റെ ഫോണിൽ എന്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ, ഞാൻ പറഞ്ഞ അടിപൊളി സ്ക്രിപ്റ്റാ, ഇത് ആരെ ഈ ക്യാരക്ടർ ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല. ഒന്നെങ്കിൽ നല്ലൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന, മീൻസ് ഇപ്പൊ സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരാൾ ചെയ്താൽ നിൽക്കാവുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഇത് എന്നെയൊക്കെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ പോലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനത്തെ സിനിമയൊക്കെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തന്നെ എൻ്റെ വാല്യൂ എനിക്കറിയാലോ. ഇപ്പം ഞാൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവർ പോലെ എല്ലാവരും പോയി സിനിമ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമില്ലല്ലോ. അപ്പം എനിക്കെപ്പോഴും വലിയ നല്ല സിനിമകളുടെ ഒരു ചെറിയ ഭാഗമാവാനാണ് ഞാൻ സത്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഹീറോയിനായിട്ട് തിരിച്ചു വരാനോ അങ്ങനെയല്ല. ആ ഒരു കോൺസെപ്റ്റ് മാറി. അതെ, ഈ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ ഓഫറുകൾ വന്നിരുന്നു. അതായത് ഇപ്പൊ ബ്രേക്ക് എടുത്ത ടൈമിലൊക്കെ വന്നിരുന്നു. ആ സമയത്തൊക്കെ നല്ല മൂവീസ് ഒക്കെ ആയിരുന്നു. അതാണ് ഇല്ല ഈ വരുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എനിക്ക് ഇനി ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞൂടെ ചെയ്യാം, എനിക്കറിയില്ല, എനിക്ക് അതിനോടൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എപ്പോഴും. 3 സിനിമ ഇതുപോലെ തന്നെ വന്നു, 3 ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. എന്നോട് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആവാം. പുള്ളി പറയും നിനക്ക് എന്താ തോന്നണേ നീ അത് ചെയ്യുന്ന പറയും. അമ്മ അതേ കാര്യം പറയും ചെയ്യുന്ന് പറയും.
പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജ്യോതി ചെയ്ത ടൈം പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആക്ടേഴ്സിന്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ, ഇപ്പോൾ DQ ഉണ്ട്, ദിലീപ് ഏട്ടനുണ്ട്, പിന്നെ ജീത്തു ജോസഫിന്റെ ഫിലിം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് തോന്നും. പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് നായികയായിട്ടായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഓഫേഴ്സ് വരുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, എന്നെ ആരും എന്താ വിളിക്കാത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്ന് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഒരു 80% ആളുകൾക്കും സിനിമയില്ല അവിടെയുള്ളവർക്ക്. അവരെല്ലാം സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, അന്വേഷിച്ചിട്ട് സിനിമ ഞങ്ങൾക്കൊരു അവസരം തായോ അങ്ങനെ ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഓക്കെ, പല മെയിൻ സ്ട്രീമിൽ നിന്നിട്ടുണ്ടായിരുന്ന നായികമാരടക്കം ഞാൻ കേട്ടു. എൻ്റെ പുറകിലിരുന്നിട്ട് ഒരാൾ ചോദിക്കുന്നു എന്താ ഇപ്പോൾ ചേച്ചി സിനിമയിൽ അഭിനയിക്കാത്തതെന്ന് പറയുമ്പോൾ അവർ പറയുന്നു എന്നെ ആരും വിളിക്കുന്നില്ല എന്ന് പറയുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയാ, എന്തുകൊണ്ടായിരിക്കും ശരിക്കും അങ്ങനെ? അതായത് ഇപ്പോൾ ഒരു കാലത്ത് ഭയങ്കര സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഓഫേഴ്സ് വരുന്നില്ല. അതിപ്പോ നമ്മള് സിനിമയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിസം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഗ്രൂപ്പിസ് ഉണ്ടെന്ന് തോന്നാറുണ്ടോ ഫിലിമിൽ? ഇതിപ്പോ ഞാൻ വേറൊരു ഇതിൽ ഞാൻ പറയട്ടെ, നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗ്യാങ് വന്നു, നമുക്ക് കുറച്ച് പേര് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു, കുറച്ച് കംഫർട്ട് ആവുന്നു, നമ്മൾ പിന്നെ അവരെ തന്നെ ചൂസ് ചെയ്യുന്നത് അത് അവരുടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ലേ? ഇപ്പം ഞങ്ങൾ ദുബായിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ വീക്കെൻഡൊക്കെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാവും. നമ്മൾ തന്നെ സ്ഥിരമായിട്ടും പുറത്തോട്ട് പോകുന്നത് ഒരുമിച്ചായിരിക്കും. വേറൊരാൾ പുതിയത് വരുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം നമ്മളെപ്പോഴാണ് കംഫർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അത് തന്നെ ആയിരിക്കാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിസം അല്ലെങ്കിൽ എന്താ പറയുക, അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ജ്യോതി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം പീരീഡിലെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കാസ്റ്റിങ്ങിലായാലും മേക്കിങ്ങിലായാലും ഈവൻ ക്യാരക്ടേഴ്സിലാണെങ്കിൽ പോലും ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഈ ഓഫർ വരുന്നതിന് ഒരു ബാധിച്ചേക്കാം. ആയിരിക്കും, ആരില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് തന്നെ ഒരു വോവ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസുകളൊന്നും വരാറില്ല. പിന്നെ ചില സിനിമകളിൽ ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ നല്ല സിനിമകൾ സ്ത്രീ ഇപ്പൊ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകൾ വരുന്നുണ്ട്. ഇതിങ്ങനെ സിനിമ 100% ലക്കാണ്. അത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിട്ടാണ് സിനിമ വരുന്നതും. വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനകത്ത് നിൽക്കണോ എന്നുള്ളത് പോലും ആ ഒരു ഭാഗ്യത്തിനനുസരിച്ചിട്ടേ ഇരിക്കുള്ളൂ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയില്ല ഹാർഡ് വർക്ക് ആണ്, എത്ര കഷ്ടപ്പെടണം. നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100,000 പേരെങ്ങാണ്ടേ സിനിമയിൽ സക്സസ് ആവുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഈ ആഗ്രഹങ്ങളായിട്ട് പുറത്തു നിൽക്കുന്നതും കഷ്ടപ്പെടുകയും ചാൻസ് വെച്ച് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അവരൊന്നും എന്തുകൊണ്ടാവുന്നില്ല? ഹാർഡ് വർക്ക് ഇല്ലാണ്ടാണോ? അല്ല. അതൊരു ഭാഗ്യമായിട്ടുള്ള ഒരു മേഖലയാണ്, മെയിൻ ഫാക്ടർ. അതന്നെ. ഈ അടുത്തിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു, അതായത് മലയാള സിനിമയിൽ നിന്ന് സ്ത്രീകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ അതിനോടൊക്കെ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? എനിക്ക് തോന്നണമൊന്നുമില്ല, കുറവ് വരുന്നുണ്ട്. പണ്ട് അത് ഓഡിയൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ സബ്ജക്റ്റ് മാറുന്നതിൻ്റെയും കാരണം. പക്ഷെ ഈ പടങ്ങളെല്ലാം ഹിറ്റല്ലേ, അപ്പൊ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിനെ കാണേണ്ട ഒരു കാര്യം. പണ്ടത്തെ സിനിമകൾ നോക്കുവാണെങ്കിൽ എന്തു രസമായിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഓരോ സിനിമയിൽ 2, 3, 4 ഹീറോയിൻസും, അല്ലെങ്കിൽ ഒറ്റ ഹീറോയിനും 4 ഹീറോസും, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരെ ഉണ്ടായിരുന്ന ഒരു സിനിമ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ ഇത്. ആളുകൾ മാറുന്നു, കാര്യങ്ങൾ മാറുന്നു, അതിനനുസരിച്ച് ഓഡിയൻസ് മാറുന്നു. ഇതിനകത്ത് ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി സിനിമ വേണം എന്നോട്ട് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നും ചെയ്യാനില്ല.